സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പൊ ഏകദേശം 3-4 ദിവസത്തിൽ കൂടുതൽ ഞാൻ വീഡിയോ തന്നെ ഇട്ടിട്ട് സംഭവം എന്താണെന്ന് വെച്ചാൽ കണ്ടന്റ് കിട്ടുന്നില്ല. അങ്ങനെ ഒരു കണ്ടന്റും കിട്ടാതെ അങ്ങോട്ടും ഇങ്ങോട്ടും വായി നോക്കി നടക്കുമല്ലാതെ പ്രത്യേകിച്ച് ഒരു പണി പോലും ഇല്ല. ഇപ്പം നിങ്ങൾ എന്റെ സബ്സ്ക്രൈബേഴ്സ് അല്ലേ, നിങ്ങൾ കുറച്ച് കണ്ടന്റ് അയച്ചു തരാൻ പറഞ്ഞാൽ നിങ്ങൾ അതും കേൾക്കത്തില്ല. ഒരു യൂട്യൂബറിന് മെയിൻ ആയിട്ട് വേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ കണ്ടന്റ്. അതില്ലെങ്കിൽ അവനൊന്നും ചെയ്യാനൊക്കത്തില്ല. ഇപ്പൊ സ്കൂളൊക്കെ റീ ഓപ്പൺ ചെയ്തിട്ട് ഇപ്പൊ ഒരാഴ്ച ആവുന്നേ ഉള്ളൂ. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും നമുക്കും കണ്ടന്റ് ഒന്നും ഇല്ലാത്തത്. അപ്പൊ ഇനി കണ്ടന്റ് ഒക്കെ വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ കണ്ടന്റ് ഒക്കെ ഉണ്ടെങ്കിൽ, സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ, കാണുന്നവരുണ്ടെങ്കിൽ അയച്ചു തരിക. പക്ഷെ കഴിഞ്ഞ മാസം എന്നാലും എന്തുമാത്രം കണ്ടന്റ് കാര്യങ്ങളൊക്കെ കിട്ടിക്കൊണ്ടിരുന്ന ഞാൻ ഇപ്പം ഒന്നും കിട്ടുന്നില്ല. ഇങ്ങനെ പോയി കഴിയുവാണെങ്കിൽ സ്പെക്ടർ ഹീറോ എന്നുള്ള എന്റെ ചാനലിന്റെ നെയിം മാറ്റേണ്ടി വരും. അല്ല കണ്ടന്റ് ഇല്ലാത്തവരൊന്നും വല്ല ഇടേണ്ടി വരും. അതൊക്കെ അവിടെ എന്തായാലും നിൽക്കട്ടെ. എന്റെ റീൽസിലെ ഫീഡിനകത്ത് കുറച്ച് കപ്പിൾസിനെ എന്തായാലും ഞാൻ കണ്ടു. നിങ്ങൾ എന്തെങ്കിലും കണ്ടിട്ടുള്ളവരായിരിക്കും. അവരുടെയൊക്കെ ഇന്റർവ്യൂ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ അതിനെക്കാട്ടി ലെവലിലോട്ടാണ് എന്തായാലും പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് എന്തായാലും നോക്കി വെക്കാം. എനിക്കറിയാം കപ്പിൾസ് റീൽസിന്റെ ഒക്കെ ട്രെൻഡും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ഇന്ന് വീഡിയോ ചെയ്ത് ഫുൾ ആയിട്ടിരുന്ന് കണ്ടേക്കണം. നിങ്ങൾ സബ്സ്ക്രൈബേഴ്സ് അല്ലേ, ഫുൾ ആയിട്ടിരുന്ന് കണ്ടേക്കണം. എന്നാ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പൊ അതൊക്കെ പയ്യെ കറക്കടാ. കണ്ടിട്ടൊരു കൊച്ചു കുഞ്ഞിനെ എടുത്ത് കറക്കുന്ന പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്നാൽ അതൊരു +2 പഠിക്കുന്ന ഒരു കൊച്ചു തന്നെ. നിങ്ങൾക്ക് അറിയായിരിക്കും, ഞാൻ പറഞ്ഞതേ ഉള്ളു. എന്ന് പറഞ്ഞ ഈ പുള്ളിക്കാരി എന്റെ പ്രായമോ. ഞാനിപ്പോ +2 കഴിഞ്ഞിട്ടുണ്ട്. ഈ പുള്ളിക്കാരി ഇപ്പൊ +2 കയറിയതേ ഉള്ളു. ബട്ടർഫ്ലൈ ഒക്കെ ഉണ്ടല്ലോ, ബട്ടർഫ്ലൈ. അറിയാത്തവർക്ക് വേണ്ടി എന്തായാലും ഞാൻ പറഞ്ഞു. ഈ പുള്ളിക്കാരിക്ക് എന്തായാലും ഇപ്പം ഒരു 17-18 വയസ്സ് അത്രയും കണ്ടേ ഉള്ളു. എന്തായാലും ഇപ്പൊ ഈ കഴിഞ്ഞ മാസം എന്തായാലും കല്യാണം കാര്യങ്ങളൊക്കെ കഴിഞ്ഞത്. ഇനി നമുക്ക് ആ വീഡിയോയുടെ കമന്റ് ഒന്ന് നോക്കാം. ഇതുപോലെ കറക്കാൻ എന്നെ പോലെ പെണ്ണില്ലാത്തവരുണ്ടോ? ഉണ്ട് ബ്രോ, ഞാനുണ്ട്. വേറെ ആരില്ലല്ലോ. സത്യമല്ലേ, ഇതുപോലുള്ള വീഡിയോ ഒക്കെ കാണുമ്പോഴായിരിക്കും എന്നെ പോലെ പെണ്ണില്ലാത്തവന്മാർക്ക് വരെ ഇതുപോലെ ഒരു തോന്നല് വരുന്നത്. ആരും ഇല്ലല്ലോ. ഇതെന്തുവാ, കല്യാണം കഴിഞ്ഞിട്ടുണ്ടോ അറിയില്ല. എന്തായാലും നല്ല രസമുണ്ട് നിങ്ങളെ വീഡിയോയുടെ അഭിനയം കാര്യങ്ങളെല്ലാം കണ്ടോണ്ടിരിക്കാം. പക്ഷെ കുറച്ചാളോടെ കഴിഞ്ഞ് ഇരുന്ന് കരയരുത്. പഠിക്കണ സമയത്ത് പ്രേമിച്ച് കല്യാണം കഴിക്കുന്നു. സൂപ്പർ ആയിട്ടുണ്ട്. ഇത്ര ഉള്ളായിരുന്നു. എന്നാ പിന്നെ നിങ്ങൾക്ക് അതൊരു സ്റ്റോറി ആയിട്ട് അങ്ങ് ഇട്ടുകൂടായിരുന്നു. എന്തിനാ ഞങ്ങളെ കൂടെ റീലിട്ട് ഇങ്ങനെ വിഷമിപ്പിക്കുന്നത്? ഇതൊക്കെ പറഞ്ഞാൽ ഡെയിലി ഇതുപോലെ ഇട്ട് വെറുപ്പിക്കും. ഇടയ്ക്കാണ് ഇവർ ഇന്റർവ്യൂ ഒക്കെ ഇറങ്ങിയിട്ടുണ്ടെന്ന് നമുക്ക് അതും കൂടെ ഒന്ന് കാണാം. ഒരു വിഷുവിന് പെട്ടെന്ന് കല്യാണം കഴിക്കുക, പിന്നെ ഇൻസ്റ്റഗ്രാം മുഴുവൻ ഇവരുടെ മാരേജ് വീഡിയോസ് ആയിട്ട് ട്രെൻഡിങ് ലിസ്റ്റിലേക്ക്. +1 കഴിഞ്ഞു എന്ന് പറയുന്നപ്പോ ആൾക്കാർ ചോദിക്കുന്നു, അണ്ടർ ഏജ് അല്ലേ, അപ്പൊ അങ്ങനെ കല്യാണം കഴിക്കാൻ പറ്റുമോ? ഈ എത്ര നാളെ നിങ്ങളുടെ ലവ് സ്റ്റോറി? അപ്പോ 3 വർഷമോ? ഞാനാണ് ഈ 15ാമത്തെ വയസ്സ് പ്രേമിക്കാൻ തുടങ്ങിയതാണോ ഈ പറയുന്നത്? സ്കൂള് കഴിഞ്ഞ് വന്നപ്പം ഇങ്ങനെ റോഡിലൂടെ പാസ് ചെയ്ത് പോയി. അപ്പൊ ഞാൻ എന്റെ അനിയനോട് പറഞ്ഞു, എടാ ഇവൻ അമ്പലത്തിൽ ഒന്ന് പ്രശ്നം ഉണ്ടാക്കിയാനല്ലേന്ന്. അങ്ങനെ ഇവൻ പോയിട്ട് തിരിച്ചെന്നെ കാണാൻ തിരിച്ചു വന്നു. അപ്പൊ ഞാൻ കല്ല് പെറുക്കി എറിഞ്ഞു. അങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കല്ലെറിഞ്ഞ് പോളാന്നൊക്കെ പറഞ്ഞു. ചെറുതായിട്ട് കല്ലെറിഞ്ഞു, ചെറുതായിട്ട് പാറക്കല്ലൊക്കെ എടുത്ത് വെച്ചെറിഞ്ഞ് കാണും. അതാ ചെറുതായിട്ടെന്ന് പറയുന്നത്. എടാ എന്തോ പറയടാ നിന്നെയൊക്കെ. എന്ത് കണ്ടിട്ടാ അപ്പൊ ഇഷ്ടപ്പെട്ടെ? ഹൈറ്റ് ഒക്കെ വേണമെന്നുണ്ടായിരുന്നു, കുറച്ച് ബോഡി ഫിറ്റ് ആയിട്ടുള്ള ആളാണ്, അതൊക്കെ ഉണ്ടായിരുന്നു. കളർ പ്രശ്നമില്ലായിരുന്നു. സത്യം പറഞ്ഞാൽ ഇതിപ്പോ ഒരു ട്രെൻഡാ. ഒളിച്ചോടി കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ നേരെ ഇന്റർവ്യൂക്കകത്ത് എടുക്കും. യൂട്യൂബേഴ്സിന് എന്തെങ്കിലും കണ്ടന്റ് വേണ്ടി അതുകൊണ്ട് എവിടെന്നെങ്കിലും ഒക്കെ പിടിച്ച് കൊണ്ടുവരും ഇന്റർവ്യൂക്കകത്തോട്ട്. നിങ്ങൾക്ക് ഇറങ്ങി വരുമ്പോ പോലീസുകാര് അങ്ങനെ പിന്നെ അവര് എന്നെ പിടിച്ചു 25 ദിവസം റിമാൻഡ് ഒക്കെ ചെയ്തു. അയ്യോ, ഞാൻ വിളിച്ചിട്ടാ വന്നേന്ന് പറഞ്ഞു. ഇവൻ എന്നെ കൊണ്ടുപോയി എന്നതായിരുന്നു പരാതി. എന്നെ തട്ടിക്കൊണ്ടുപോയി എന്നുള്ളതായിരുന്നു പരാതി. പോലീസുകാരോടെല്ലാം പറഞ്ഞു ഞാൻ വിളിച്ചിട്ടാ വന്നത്. പക്ഷെ അവരതൊന്നും കേട്ടില്ല. അപ്പോഴത്തേക്ക് ഇവനെ അവിടെ സെല്ലിൽ അടച്ചു. ഇവർ രണ്ടുപേരും എന്തായാലും ഇപ്പൊ സോഷ്യൽ മീഡിയ എന്തായാലും വൈറലായിക്കൊണ്ടിരിക്കുന്നവരാണ്. അന്ന് തന്നെ റിമാൻഡ് ചെയ്ത പോലീസുകാരൊക്കെ ഇത് കാണുന്ന അവരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ചു. ഇല്ല, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. എനിക്ക് ഞാനിവിടെ സ്നേഹിച്ചതല്ലേ ഉള്ളു, അല്ല വേറെ അല്ല സെക്ഷലായിട്ട് അങ്ങനെ ഒന്നും ഇല്ല. ജസ്റ്റ് പരാതി അതൊക്കെ ആക്കി അങ്ങനൊന്നും ഇല്ല. എന്നാലും 2-3 സെക്ഷനൊക്കെ ഇട്ടിട്ടുണ്ട്. കാരണം ഏജ് ഇല്ലാത്തോണ്ട് കിഡ്നാപ്പിംഗ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം 18 വയസ്സിൽ താഴെയുള്ള ഒരു കൊച്ചിനെ എന്തായാലും കാണാൻ പോവുകയാണെങ്കിൽ ഇതുപോലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ നേരിടും.
ഒരു ഫ്യൂച്ചർ പോലും പ്ലാൻ ചെയ്യേണ്ട കല്യാണം കഴിക്കാൻ നടക്കണം. പ്ലാൻ ചെയ്ത് അങ്ങനെ നിക്കത്തില്ല. ഓരോ വട്ടം ഓരോരോ അംബിഷൻസും വെച്ചോണ്ടാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പൊ ഇതേപോലെ നാളെ മനസ്സ് മാറിയാലോ? ഇവന്റെ കാര്യത്തിൽ മാറത്തില്ല. ഉറപ്പാ? അത് ഉറപ്പ്. നമ്മളിപ്പോ കണ്ടത് എന്തൊക്കെ അംബീഷൻസ് ഉണ്ടല്ലോ അതൊക്കെ മാറ്റി വെച്ചാലും അവന്റെ കാര്യത്തിൽ മാറത്തില്ല. ഉറപ്പാ, അവന്റെ കാര്യത്തിൽ മാറത്തേ ഇല്ല. +2 കഴിഞ്ഞ് പിന്നെ ഇവിടെ തന്നെ നിർത്തത്തില്ല, ദൂരോട്ടൊക്കെ വിട്ട് പഠിപ്പിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ ഒരു കണക്കിന് അതല്ലേ കുറച്ചുകൂടി ഈസി. എനിക്ക് കാണാതിരിക്കാൻ പറ്റത്തില്ല. നിനക്ക് കല്യാണം കഴിക്കാനായിട്ട് ഇത്രയ്ക്ക് അങ്ങ് മുട്ടിയിരിക്കുവായിരുന്നു. +2 കഴിഞ്ഞിട്ട് ദൂരെ ഏതെങ്കിലും കോളേജിൽ നല്ലൊരു കോഴ്സ് എടുത്ത് പഠിച്ചിട്ട് ജോലി മേടിച്ച് സന്തോഷമായിട്ട് കല്യാണം കഴിക്കുന്നതിനെക്കാട്ടി നല്ലത് വേറെ എന്തെങ്കിലും ഉണ്ടോ? അപ്പത്തേക്കിനും ഇവിടെ രണ്ടുപേരും ഒളിച്ചോടി കല്യാണം തന്നെ കഴിച്ചു കഴിഞ്ഞു. ഇതിനൊക്കെ ഇതിൽ കൂടുതൽ ഞാൻ എന്തോ പറയാന്. ഈ കല്യാണം കഴിച്ചതിന് ശേഷം എന്താ ഫീൽ ചെയ്തേ? ഉള്ളിന്റെ ഉള്ളില് കുറ്റബോധം അങ്ങനെ എന്തെങ്കിലുമൊക്കെ തോന്നിയോ? ഇല്ല, ഇതുവരെ ഇല്ല. ഇല്ല, ഇതുവരെ ഇല്ല. ഇപ്പൊ പേരൻസിന്റെ അവസ്ഥയൊക്കെ ആലോചിക്കാറുണ്ടോ? അത് ആലോചിച്ചിട്ട് ഇനി കാര്യമില്ലല്ലോ. അത് മാത്രല്ല, ഞാൻ എന്റെ സിറ്റുവേഷൻ നോക്കിയിട്ട് ഞാൻ വന്നതില്ലേ, ഇപ്പൊ വരത്തില്ലായിരുന്നു. അമ്മ അച്ഛനും സ്വീകരിക്കും എന്ന് തോന്നുന്നുണ്ടോ ഇനി? ആഗ്രഹമുണ്ടോ? ആഗ്രഹമുണ്ട്. വിളിച്ചാല് എന്തായിരിക്കും നിങ്ങളുടെ റിയാക്ഷൻ? വിളിച്ചാ ഞങ്ങള് പോവും. എന്റെ അച്ഛനമ്മയില്ലേ? എന്തൊക്കെ പറഞ്ഞാലും വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി കല്യാണം കഴിച്ചിട്ട് പിന്നെ വീട്ടുകാരുടെയൊക്കെ കാര്യം ആലോചിക്കുമ്പോൾ ചെറിയൊരു വിഷമം വരും. എനിക്ക് റിലേറ്റ് ചെയ്യാനൊന്നും പറ്റത്തൊന്നുമില്ല, ഞാനങ്ങ് പറയുക. സീരിയസ്ലി കുറെ വിഷമങ്ങളും കുറെ ബുദ്ധിമുട്ടുകളും എന്തായാലും തോന്നിക്കാണും. നല്ലോണം ആ പേരൻസ് നോക്കിക്കാണും, പിന്നെ ഇവർക്ക് രണ്ടുപേർക്കും എന്തായാലും തോന്നിക്കാണും. പോയി കല്യാണം കഴിക്കാൻ നേരത്ത് ആലോചിക്കണമായിരുന്നു ഇതുപോലെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ വരുമെന്ന്. അത് ആലോചിച്ചില്ല, അതിന്റെ ഈ കാണുന്നത്. 3 വർഷം എടുത്തു. 3 വർഷത്തെ പ്രണയമായിരുന്നു അല്ലേ നിങ്ങളുടെ? എങ്ങനെയായിരുന്നു ആ പ്രണയം ഒന്ന് സ്റ്റാർട്ട് ചെയ്ത്? കണ്ടപ്പോ തന്നെ നല്ല ഇഷ്ടപ്പെട്ടു. ബാക്കി സെറ്റായില്ല, അതൊക്കെ വിട്ട്. പിന്നെ ഇവിടെ ചേച്ചിയുടെ കല്യാണം ഉണ്ടായിരുന്നു. പിന്നെ ഇവര് വന്നായിരുന്നു കല്യാണം. അപ്പൊ അവിടെ വെച്ച് പിന്നെ ഞാൻ ഒന്നുകൂടെ പ്രപ്പോസ് ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ ഒരു 5 ദിവസം കഴിഞ്ഞിട്ടാ റിപ്ലൈ ഒക്കെ കിട്ടിയത്. പൂജ, ഇതൊക്കെ തന്നെയാണ്, ഇങ്ങനെയൊക്കെ തന്നെയാണ്? ഇതിന്റെ അകത്ത് വല്ല മറച്ചു വെച്ചേക്കുന്ന സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? പിന്നെ ഇങ്ങനെയൊക്കെ തന്നെയാണ്. എന്തായാലും ഇത്തവണത്തെ വെക്കേഷൻ എന്തായാലും കളർ ആയിട്ടുണ്ട്. നമ്മൾ ഇന്നവരെ കേരളത്തിൽ കാണാത്ത ഒരു തരം വെക്കേഷൻ ആണ് നമ്മൾ ഇത്തവണ എന്തായാലും കണ്ടത്. ഇത് മാത്രം കല്യാണം നമ്മൾ ഇത്തവണ എന്തായാലും കണ്ടത്. LKG പിള്ളേരും ഒരു അങ്ങോട്ടുള്ള എല്ലാ എണ്ണം കല്യാണം കഴിച്ച് പോവുക. ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കുമോ എന്തോ. ഇവിടെ ഒരാൾ ഭയങ്കര വാശി പിടിച്ചിരിക്കുവാണ്. എന്തോ ഒന്നും ചോദിക്കാം. എന്തോ പറ്റി പിന്നെ? ഞാൻ എന്റെ വീട്ടിൽ പോവാം. എന്തിനാ? നീ മൈൻഡ് ചെയ്യുന്നില്ലല്ലോ. നീ ഇപ്പൊ വീട്ടിലോട്ട് ചെന്നാലും കൂടെ മതി, പൂവിട്ട് പൂജിക്കും. നീ മൈൻഡ് ചെയ്യുന്നില്ലല്ലോ. നിനക്കാണെങ്കിൽ കുറച്ച് ഫോളോവേഴ്സൊക്കെ കൂടെ. ഇപ്പം നീ എപ്പോഴും ഫോണിൽ തന്നെ കുത്തിയിരിക്കും. എന്നെ മൈൻഡ് ചെയ്യോ, എന്റെ കാര്യങ്ങൾ അന്വേഷിക്കുകയോ ഒന്നും ചെയ്തില്ല. എപ്പോഴും ഫോണിൽ തന്നെ. എനിക്ക് എന്റെ വീട്ടിൽ പോകണം. ഇത്ര നിന്റെ പ്രശ്നം. ശരി, അതിലില്ലേ നമ്മളെ കോഡെക്സ് മാർക്കറ്റിനുള്ളത്. അതെന്താ? പ്രൊമോഷൻ വീഡിയോ ആയിരുന്നു ഇത്. എന്തായാലും ഒളിച്ചോടി കല്യാണം കഴിച്ചവർക്ക് പ്രൊമോഷൻ വീഡിയോ ചെയ്യാനുള്ള അവസരങ്ങൾ എന്തായാലും കിട്ടുന്നുണ്ട്. അങ്ങനെയാന്ന് തോന്നി ഇവന് കുറെ ഫോളോവേഴ്സ് ഒക്കെ കിട്ടി. എന്തായാലും ഞാൻ ഫോളോ ചെയ്തിട്ടില്ല ഇവനെ. കളിച്ച് നടക്കേണ്ട പ്രായത്തിൽ കല്യാണം കഴിച്ച് നടക്കുന്നു. ഞാൻ കൊച്ചിനെ കൊണ്ടുപോയി വല്ല സ്കൂളിൽ വല്ല വിടാൻ നോക്കും. 4 ലക്ഷം രൂപ ഇരുന്ന് പഠിക്കട്ടെ. എഡ്യൂക്കേഷൻ ഒക്കെ പ്രോപ്പറായിട്ട് പോകുമ്പോൾ മെച്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ തന്നെ വന്നുള്ളൂ. അപ്പൊ മനസ്സിലായിക്കോളൂ ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. പിന്നെ ട്രൂ ആയിട്ട് ലവ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ നല്ലതായിട്ട് ജീവിക്കും. അല്ല എന്തോ പറയാനേ. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഞാൻ പിന്നെ റീൽസിനകത്ത് ഇത്ര വരെ എന്തായാലും ഞാൻ കണ്ടിട്ടുള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യുക. പിന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്തൊരു ബെല്ല് വരിക. അതുകൊണ്ട് ഞെക്കി നിങ്ങൾ അതിൽ ഓളാക്കി വെച്ചേക്ക്. എന്നാലും ഞാൻ ഇനി ഇടാൻ പോകുന്ന വീഡിയോയുടെ ഒക്കെ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിൽ പ്രോപ്പറായിട്ട് കിട്ടത്തുള്ളൂ. സബ്സ്ക്രൈബ് ചെയ്തേക്കാം. പിന്നെ ഇൻസ്റ്റാഗ്രാം കൂടെ ഫോളോ ചെയ്തേക്കാം. ലിങ്ക് കാര്യങ്ങളും താഴെ കൊടുത്തേക്കാം. പിന്നെ അവിടെ കണ്ടന്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അയച്ചു തരിക, സഹായിക്കുക, എല്ലാം ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോക്ക് വേണ്ട കണ്ടന്റിലെല്ലാം നിങ്ങൾ എന്തായാലും ഇൻസ്റ്റാഗ്രാമിലേക്ക് ഒന്ന് അയച്ചിട്ടേക്ക്. അപ്പൊ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോ കാണാം.